ദൈവരാജ്യ സുവിശേഷം കേട്ട നാം ഒഴുകിപ്പോകരുത്. മക്കളെ, ഇതാണ് ഒഴുകിപ്പോകാൻ കാരണം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, കേട്ട വചനം അധികം ശ്രദ്ധയോടെ നാം കരുതിയില്ല എങ്കിൽ നാം ഒഴുകിപ്പോകും. പഴയ സൃഷ്ടിപ്പിൽ എന്തൊക്കെ നേടിയെന്നാലും അതൊക്കെ നഷ്ടമാകും. അപ്പോ ഇത് മരണത്താൽ പിടിക്കപ്പെട്ടു എന്ന് ഈ ലോകത്തിലെ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവത്തിനറിയാം ഇത് മരണത്താൽ പിടിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ടാണ് തന്റെ പുത്രനായ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഒരു പുതിയ സൃഷ്ടികർമ്മം നടത്തിയത്. കുരുമുളക് വള്ളി ഇത് കണ്ടോ, നമ്മുടെ സോള് ഇതിൽ നിന്ന് അഴിച്ച് ഇത് താഴെ വീഴാൻ പോവാട്ടോ, കണ്ടോട്ടോ, മരിച്ചു വീഴാൻ പോവാണേ, താഴെ പോയി. ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ പുതിയ മനുഷ്യനിൽ നമ്മളെ വളർത്തിയെടുക്കും. ഇതിന് മരണമില്ല. ദൈവം പ്രവർത്തിക്കുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുക, അല്ലാത്ത വ്യക്തികളോട് ഒരല്പം മാറി നിൽക്കുക. ഞാൻ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ക്യാൻസർ ഒന്ന് മരിച്ചു. പുറകിലേക്ക് ആ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ സ്ത്രീയുടെ ഉള്ളിൽ കയ്പ് നിറഞ്ഞിരുന്നു. വേറെ ആരോടും അല്ല, തന്റെ ഭവനത്തിലെ തന്റെ അമ്മായി അപ്പനോടുള്ള കയ്പ് ആ സ്ത്രീയുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. എന്റെ മക്കളെ, പലരും പല ദോഷങ്ങളും നമ്മളോട് ചെയ്യും. ഈ ദോഷമൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് കയ്പാക്കി മാറ്റരുത്. പ്രതികാര മനോഭാവത്തോടെ നമ്മൾ നിൽക്കരുത്. അത് നമ്മുടെ ഉള്ളിൽ തിന്മയായി അത് ഭവിക്കാനായിട്ട് ഇടയാകും. എഫേസ്യർ 4:26-27 പറയുന്ന, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കയ്പിന്റെ റിസൾട്ട് ആയിട്ടാണ് കോപം വരുന്നത്. ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് വെക്കരുത്. നമ്മളെല്ലാം ഇതിന്റെ കീഴിൽ കിടക്കുക, പക്ഷെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് വെക്കരുത്. ഇത് ക്ലിയർ ആക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് എങ്ങനെ ക്ലിയർ ആക്കും? എനിക്ക് അവളോടുള്ള കോപം പോകുന്നില്ല. അവള് പറഞ്ഞു എന്റെ മക്കൾ നശിച്ചു പോട്ടെ എന്നല്ലേ അവള് പറഞ്ഞേ. ഞാൻ എങ്ങനെ മറക്കും പാസ്റ്ററെ? മറന്നേ പറ്റൂ. അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. ദൈവമേ, അവൾ അറിയില്ലാതെ പറഞ്ഞു, അവരോട് ക്ഷമിക്കണം. യേശു എന്നാ പറഞ്ഞേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അതുപോലെ പ്രിയ മോളെ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക. അല്ലെങ്കിൽ നിന്റെ ഉള്ളിലെ കയ്പ് നിന്റെ ജീവിതത്തിൽ ഒരു മാരക അസുഖമായി മാറും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ചുറ്റുവെച്ചിരിക്കുക, അഴുക്ക് കയറാതിരിക്കാൻ വേണ്ടി. കാര്യം എന്താ? അഴുക്കതിന്റെ ഉള്ളിൽ കയറിയാൽ ഇത് പഴുക്കും. അതാണ് കാരണം. നമ്മുടെ ശരീരം മറ്റു കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ അനുവദിക്കത്തില്ല. ഇതേപോലെ നമ്മുടെ സോള് നമ്മുടെ ഉള്ളിൽ അനുവദിക്കുന്ന ഒരൊറ്റ കാര്യത്തേ ഉള്ളൂ. ഈ സോൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയോ? അത്യുന്നതനായ ദൈവത്തിന്റെ ആലയമാ. അത് മാത്രമേ നമ്മുടെ ഉള്ളിൽ അനുവദിക്കത്തുള്ളൂ. അല്ലാത്തതിനൊക്കെ റിജക്ട് ചെയ്യും. കൊച്ചു സന്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നാം ഒഴുകിപ്പോകരുതേ എന്നുള്ള സന്ദേശമാണ് അറിയുന്നത്. നാം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ദൈവരാജ്യ സുവിശേഷം കേട്ട നാം ഒഴുകിപ്പോകരുത്. ഒഴുകിപ്പോകാൻ വളരെ എളുപ്പമാണ്. എന്റെ കണ്ണിന്റെ മുൻപിൽ പലരും ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് ഞാൻ കാണുക. ഇങ്ങനെ ഒഴുകി പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എറണാകുളം പ്രാർത്ഥനാലയത്തിലായിരിക്കുന്നവർ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയണം. നിങ്ങൾ സൂമിലായിരിക്കുന്നവർ കമന്റ് ബോക്സിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം. കഴിഞ്ഞ സൺഡേ നമ്മൾ കേട്ട സന്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ മാത്രം എഴുതിയാൽ മതി. പെട്ടെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയാ, എന്താ 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 ഓർക്കണില്ല. കാരണം അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ടേയില്ല. ഇതാണ് ഒഴുകി പോകാൻ കാരണം. ഇനി പുസ്തകം നോക്കണം. ചിലരിപ്പോ ഫേസ്ബുക്ക് പറിക്കാൻ പോയി. മക്കളെ, ഇതാണ് ഒഴുകിപ്പോകാൻ കാരണം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, കേട്ട വചനം അധികം ശ്രദ്ധയോടെ നാം കരുതിയില്ല എങ്കിൽ നാം ഒഴുകിപ്പോകും.
ലോകത്ത് ഇന്ന് വരെ കേൾക്കാത്ത ഒരു വചനമാണ് കഴിഞ്ഞ ആഴ്ച ദൈവം നിങ്ങൾക്ക് തന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. സകല സൃഷ്ടികൾക്കും ഒരേ ഒരു സൃഷ്ടിപ്പേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് മാത്രം ഇരട്ട സൃഷ്ടിപ്പാണ്. ഇരട്ട സൃഷ്ടിപ്പ്. അറിയുന്നവർക്കായി, അത് ചിന്തിച്ചവർക്കായി, നോട്ട് ചെയ്ത് പറഞ്ഞവർക്കായി സ്തോത്രം. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല വചനം പഠിക്കേണ്ടത്. അവനവൻ രക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോളണം. ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി പഠിച്ചോളണം. ഹല്ലേലൂയ. കർത്താവ് എന്നാ പറഞ്ഞേ? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച, അതായത് നിത്യജീവനിൽ കടക്കുന്നതിന് തടസ്സമാണെങ്കിൽ ആ കണ്ണങ്ങ ചുഴണം കളഞ്ഞേക്കാൻ അത്രത്തോളം പ്രാധാന്യമാ കർത്താവ് ഇതിന് കൊടുത്തത്. നമ്മൾ ഈ പ്രാധാന്യം വല്ലതും കൊടുക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മളുടെ ലക്ഷ്യം അത് മാത്രമായിരിക്കണം. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ്, മേക്ക് എവറി എഫർട്ട് ടു എൻ്റർ ത്രൂ ദ നാരോ ഡോർ. ജീവിതത്തിൽ പല കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ടാകും, അതിൽ ഒരു കാര്യമായിട്ട് ഇത് മാറാതെ ഇത് മാത്രമായിരിക്കണം നിന്റെ ഏക ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നീ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങള് ഹെബ്രായ ലേഖനം എടുത്തേ, 2-ാം അധ്യായം എടുത്തേ. എന്തുകൊണ്ടാണ് നാം ഒഴുകി പോകുന്നേ? നാം കേട്ട വചനം, ദൈവം നമ്മളെ പലതും കേൾപ്പിക്കുകയാണ്. ലോകം കേൾക്കാത്തത്, ലോകം അറിയാത്തത് നമ്മളെ കേൾപ്പിക്കുക. ഇത് നാം മുറുകെ പിടിക്കത്തില്ല. നമുക്ക് പലർക്കും പല പരകാര്യം നോക്കി നടക്കാനാണ് സമയം. പരകാര്യം, മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കാൻ. അതൊക്കെ വിട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നു, രക്ഷിക്കപ്പെട്ട നമ്മളോട്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. നാം രക്ഷിക്കപ്പെട്ട നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ആവശ്യമാകുന്നു. കേട്ടത്. അപ്പൊ ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന കാര്യം അധിക ശ്രദ്ധയോടെ കരുതണം. ഹല്ലേലൂയ. അധികം ശ്രദ്ധയോടെ കരുതണം. കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ഒരേ ഒരു സൃഷ്ടിപ്പേ ഉള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇരട്ട സൃഷ്ടിപ്പാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇരട്ട സൃഷ്ടിപ്പ്, 2 സൃഷ്ടിപ്പ്. അപ്പോ നാം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളെ 2 സൃഷ്ടിപ്പിൽ സൃഷ്ടിച്ചത് എന്ന് ആർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കൂ, 1-ാമത്തെ സൃഷ്ടിപ്പിലുള്ളത് മരണത്താൽ പിടിക്കപ്പെട്ടു. മരണത്താൽ പിടിക്കപ്പെട്ടു. നാം ഇന്ന് 1-ാമത്തെ സൃഷ്ടിപ്പിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടരാണ്. മരണത്താൽ അത് പിടിക്കപ്പെട്ടു. ആ മരണത്താൽ പിടിക്കപ്പെട്ടതിലാണ് ഞാനും നിങ്ങളും ഇന്ന് റിക്ഷ ഓടിക്കുന്നതും, കൂലിപ്പണിയെടുക്കുന്നതും, ബിസിനസ് ചെയ്യുന്നതും, എഞ്ചിനീയറും ഡോക്ടറും കളക്ടറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മരണത്താൽ പിടിക്കപ്പെട്ട സൃഷ്ടിപ്പിലാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് നേടിയാലും നമുക്കത് വട്ടപൂജ്യമായി തീരുന്നത്. പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, രത്തൻ ടാറ്റ വളരെ ശ്രേഷ്ഠനായ ഈ ലോകപ്രകാരം പഴയ സൃഷ്ടിയിലെ ഒരു ബിസിനസ്സുകാരനായിരുന്നു. താൻ നേടിയതെല്ലാം വട്ടപൂജ്യമായതിന്റെ കാരണം താൻ നേടിയതെല്ലാം പഴയ സൃഷ്ടിപ്പിലായിരുന്നു. നാം വർക്ക് ചെയ്യേണ്ട എന്നല്ല ഈ പറയുന്നേ. നമ്മുടെ ജീവിതം ബാലൻസ്ഡ് ആയിരിക്കും. ഇത് നാം തിരിച്ചറിയണം. പഴയ സൃഷ്ടിപ്പിൽ എന്തൊക്കെ നേടിയെന്നാലും അതൊക്കെ നഷ്ടമാകും. അപ്പോ ഇത് മരണത്താൽ പിടിക്കപ്പെട്ടു എന്ന് ഈ ലോകത്തിലെ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവത്തിനറിയാം ഇത് മരണത്താൽ പിടിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ടാണ് തന്റെ പുത്രനായ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഒരു പുതിയ സൃഷ്ടികർമ്മം നടത്തിയത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായ ആളാണ് പുതിയ സൃഷ്ടിയായി. അയാൾ മതക്കാരനോ സംഘടനക്കാരനോ ക്രിസ്തീയ മതക്കാരനോ ആയി നല്ല ഈ പറയണേ. അതൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ മനസ്സിലാക്കാത്തവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ.
എന്നാൽ ബൈബിൾ പറയുന്ന ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി. ആ പുതിയ സൃഷ്ടി മരണത്തിന്റെ കീഴിലല്ല, മരണത്തിന്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി പഴയ സൃഷ്ടിയിലെ അഗ്രചർമ്മവും പരിച്ഛേദനവും അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിലേക്ക് കിടക്കുക, കാര്യത്തിലേക്ക് കിടക്കുക. വെറും വിഡ്ഢി ബിസിനസ്സുകാരായിരിക്കാതെ യേശുവിനെ പോലെ ശ്രേഷ്ഠമേറിയ ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്നവരായിരിക്കുക. അതിലേക്ക് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ബിസിനസ് കോച്ചിങ് കൂടിയാണ്, ഫ്രീ ബിസിനസ് കൺസൾട്ടിങ്ങും കൂടിയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ ഫാദേഴ്സ് ബിസിനസ്സിലേക്ക് തിരികെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ഞാൻ ഒരു കൃഷിക്കാരനാണ്, പക്ക കൃഷിക്കാരനാണ്. ലോകപ്രകാരം കൃഷിക്കാരനാണ്, ദൈവരാജ്യപ്രകാരം ഞാൻ കൃഷിക്കാരനാണ്. ഗോഡ്സ് ഫാർമർ, ദൈവത്തിന്റെ കൃഷിക്കാരൻ. ലോകപ്രകാരം ഞാൻ മണ്ണിൽ കൃഷി ചെയ്യുന്നു. എന്നാൽ അപ്പോൾ തന്നെ ദൈവരാജ്യ വചനപ്രകാരം എനിക്കുള്ള ലാൻഡുകളാണ്, നിങ്ങളുടെ സോളുകളാണ്, നിങ്ങളുടെ ഹൃദയമാണ് എന്റെ ലാൻഡ്. ദൈവം എന്നെ ഏൽപ്പിച്ച ലാൻഡ് 50 സെന്റ് സ്ഥലമോ 1 ഏക്കർ സ്ഥലമോ 5 ഏക്കർ സ്ഥലമോ അല്ല, നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ സോളാണ് എന്റെ ലാൻഡ്. ആ ലാൻഡില് കൃഷി ചെയ്യുവാൻ തക്കവണ്ണം, ഭൂമിയിൽ ഒരു ലാൻഡിൽ കൃഷി ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ എല്ലാ കളകളും, എല്ലാ ക്രീപ്പിംഗ്, അതായത് എല്ലാ ഇഴഞ്ഞു നടക്കുന്ന എല്ലാ വള്ളിപ്പടപ്പുകളും ഒക്കെ പറിച്ചു മാറ്റിയിട്ട് അവിടെ ശ്രേഷ്ഠമേറിയ തൈ നട്ട് പിടിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മ നിറഞ്ഞ ജഡമോഹങ്ങളാൽ വഷളായി പോകുന്ന ചില ചിന്തകളും വലിച്ചു പറിച്ച് അവന്റെ സ്വയത്തെ അവിടെ നിന്ന് ഒഴിവാക്കി അവിടെ ദൈവരാജ്യത്തിന്റെ വിത്തുകൾ നടുകയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നട്ടത് ഫലമാകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയപ്പെടുന്ന ഒരു സ്പൈസ് ഉണ്ട്, കുരുമുളക്. ആ കുരുമുളകിന് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നത്. ഇപ്പോ കുരുമുളക് എന്ന് പറയുന്ന ആ വള്ളിക്ക്, അതൊരു വൈനാണ്, അത് വള്ളിയാണ്. ആ വള്ളിയുടെ ആ കൃഷിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അതിനൊരു താങ്ങുമരം ആവശ്യമാണ്. ആ താങ്ങുമരമായിട്ട് കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചിരുന്നത് മുരുക്കാണ്, മുരുക്ക്. പക്ഷെ മുരുക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മുരുക്ക് ഇപ്പോൾ കേടുവന്ന് അത് ഉണങ്ങി താഴെ വീഴുമ്പോൾ ഈ കുരുമുളക് വള്ളിയും കൂടി താഴെ പോകും. ആ സമയത്ത് ഇപ്പോ ബുദ്ധിയുള്ള കൃഷിക്കാർ ചെയ്യുന്നത്, ആ കുരുമുളകിന്റെ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു താങ്ങുമരം, പല താങ്ങുമരങ്ങളുണ്ട്, പയ്യാനിയുണ്ട്, കാട്ടുവേപ്പുണ്ട്. എന്നാൽ പലരും ഉപയോഗിക്കുന്നത് പ്ലാവാണ്. അപ്പോ അവരവിടെ ചെയ്യുന്നത്, ഈ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ മുരുക്കിന്റെ അടുത്ത് തന്നെ 2 മൂത്ത ചക്കയുടെ കുരു അങ്ങ് കുഴിച്ചിടും. എന്നിട്ട് ആ ചക്കക്കുരു വളരും. ചക്കക്കുരു വളരുമ്പോ 2 ഇടുന്നേരെ കാരണം ചിലപ്പോ 2 വന്നാൽ 1 മാറ്റിക്കളയും, പിന്നെ 1 അങ്ങ് വളർത്തിയങ്ങ് വിടും. നേരെ അങ്ങ് വളർത്തിയങ്ങ് വിട്ടിട്ട് ഇത് നല്ല ശക്തമായി മുകളിലേക്ക് പോകും ഈ പ്ലാവ്. ഈ സമയത്ത് ഈ മുരുക്കിടിഞ്ഞ് താഴെ വീഴുന്നതിന് മുമ്പ് ഈ കുരുമുളക് വള്ളി അതിൽ നിന്ന് അൺട്രാപ്പ് ചെയ്തിട്ട് ഈ പ്ലാവിലേക്ക് കയറ്റി വിടും. വല്ലോ മനസ്സിലായ? ഇനി മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ കട്ട് ചെയ്തെടുത്തൊരു വള്ളിയാ ഇത്, കുരുമുളക് വള്ളി. ഇത് മുരുക്ക്. ഇതാണ് മരണത്താൽ പിടിക്കപ്പെട്ട പഴയ മനുഷ്യൻ. നേരത്തെ നമ്മുടെ സോള് ഇതിന് ചുറ്റിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുരുമുളക് കയറി പോണ പോക്ക് കണ്ടോ? ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. ഇതിന്റെ ഇടയ്ക്കാണ് ഈ മുരുക്കിന്, ഈ പേന, ഇപ്പൊ കറുത്ത പേന മുരുക്കായിട്ട് കൂടിക്കോളാം, മുരുക്കിന് കേട് വന്നത്.
നമ്മൾ പാപത്താൽ പിടിക്കപ്പെട്ട് കിടക്കുക, എല്ലാ മനുഷ്യരും വീണു പോവുക. അപ്പൊ ഈ സമയത്ത് ബുദ്ധിയുള്ള കൃഷിക്കാരൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃഷിയാണ് നമ്മളൊന്ന് ഓർക്കണം കേട്ടോ. ദൈവമാണ് നട്ടത്. അപ്പൊ ദൈവം എന്തെന്നറിയാമോ? ഒരു പ്ലാവ് ഇതിനോട് ചേർത്ത് നട്ടതുപോലെ, ശ്രദ്ധിക്കുക, ഒരു പ്ലാവ് ഇതിനോട് ചേർത്ത് നട്ടതുപോലെ സ്വർഗത്തിലെ ദൈവം ഇത് ആദത്തിലുള്ളതാണ് മുരുക്ക്. സ്വർഗത്തിലെ ദൈവം അതിനോട് ചേർന്ന് ഒരു പ്ലാവ് അങ്ങ് നട്ടു. തുടർന്ന് ആ പ്ലാവ് വളരാൻ തുടങ്ങി. കണ്ടോ പ്ലാവ് വളരുന്നത് കണ്ടോ? പ്ലാവ് വളരുന്നുണ്ടോ? അങ്ങനെ ഈ പ്ലാവ് വളരുന്ന സമയത്ത് ഈ മുരുക്കുണ്ടല്ലോ, ഇവിടുന്ന് നമ്മുടെ പഴയ ജീവിതം ഇവിടെ മരണത്താൽ പിടിക്കപ്പെട്ട് ഇവിടെ താഴെ വീഴും. ഈ താഴെ വീഴുന്ന സമയത്ത് അതിനു മുമ്പ് ഈ കുരുമുളക് വള്ളി ഇത് കണ്ടോ, നമ്മുടെ സോള് ഇതിൽ നിന്ന് അഴിച്ച് ഇത് താഴെ വീഴാൻ പോവാട്ടോ. കണ്ടോട്ടോ, മരിച്ചു വീഴാൻ പോവാണേ. താഴെ പോയി. ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ പുതിയ മനുഷ്യനിൽ നമ്മളെ വളർത്തിയെടുക്കും. ഇതിന് മരണമില്ല. മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച ദൈവം നിങ്ങൾക്ക് തന്ന സന്ദേശം. അതുകൊണ്ട് ഇനിയും ഇതിന്റെ പുറകെ ഉള്ള സമയം മുഴുവൻ കളയാതെ, ഇതിന്റെ പുറകെ ഉള്ള സമയം, അതായത് ഈ മുരുക്കിന്റെ പുറകെ, മുരുക്ക് പോയി, പഴയ മനുഷ്യൻ ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും. ഇതിന്റെ പുറകെ ഉള്ള സമയം കളയാതെ എന്റെ മക്കളെ ഫാദേഴ്സ് ബിസിനസ് ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കെ, ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവെ അനുഗമിക്കുന്ന എന്നെ അനുഗമിക്കുക, ഫോളോ മീ. ഫാദേഴ്സ് ബിസിനസിന്റെ പുറകെ സമയം ഇൻവെസ്റ്റ് ചെയ്യേ. റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഗുണമുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും മക്കളെ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും ഓർപ്പിക്കുകയാണ്, കേട്ട വചനം അധിക ശ്രദ്ധയോടെ കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ല എങ്കിൽ എന്ത് പറ്റും? നാം ഒഴുകിപ്പോകും. ഹല്ലേലൂയ. അപ്പോ ദൈവം പ്രവർത്തിക്കുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുക, അല്ലാത്ത വ്യക്തികളോട് ഒരൽപ്പം മാറി നിൽക്കുക. ഈ യാത്രയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ യാത്ര ചില പോയിന്റുകൾ നിങ്ങൾക്ക് തരികയെ, കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമ്മുടെ ജീവിതം പാപം ഉണ്ടാകാൻ അനുവദിക്കാതെ സൂക്ഷിക്കണം. പാപം ഉണ്ടാകാൻ അനുവദിക്കരുത്. ജ്ഞാനികളോട് കൂടെ നടക്കണം. ഫാദേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് കൂടെ നടക്കണം. ഒരുപക്ഷെ അവർക്ക് എപ്പോഴും നമ്മളെ കൂടെ നടത്താൻ സമയമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും അവരിലൂടെ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരിലൂടെയുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് ദൈവസന്നിധിയിൽ അത് നമ്മുടേതായി മാറ്റണം. ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന അളവിലേക്ക് നാം വളരണം. അത് മാത്രമേ നിലനിൽക്കൂ. അല്ലാതെ ഈ പഴയ മനുഷ്യനിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ മുരുക്കിൽ ഉണ്ടാകുന്ന നിൽക്കത്തിൽ ഇത് ഇത് പോവുകയാണ്. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സോളിനെ ആ പഴയ മനുഷ്യനിൽ നിന്ന് അഴിച്ചെടുത്ത് പുതിയ മനുഷ്യനിലേക്ക്, പുതിയ താങ്ങുകാല്, നമ്മുടെ പുതിയ താങ്ങുകാലം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ നിലകൊള്ളുവാൻ ഇടയാകണം. അല്ലാണ്ട് പഴയതിനെ നിലനിർത്താൻ വേണ്ടി ക്രിസ്തുവിൽ നിർത്തുന്ന അവസ്ഥ തൽക്കാലത്തേക്ക് നടക്കുമെങ്കിലും സകല മനുഷ്യர்கள் അരിഷ്ടരായത് മാറുവാനായിട്ട് ഇടയാകും. അപ്പോൾ തന്നെ സൂക്ഷിക്കേണ്ട കാര്യം, ജീവിതം പാപമില്ലാതെ സൂക്ഷിക്കുക, ജീവിതം ചീഞ്ഞു നാറാതെ സൂക്ഷിക്കുക. ജീവിതം ചീഞ്ഞു നാറരുത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് പാപം കടന്നു വരാൻ അനുവദിക്കരുത്. നേരത്തെ ദേവദാസൻ പറഞ്ഞ കേട്ടോ, നമ്മുടെ സ്വയ ജീവിതം എന്ന് പറയുന്നത് ഏത് നിമിഷവും പാപത്തിൽ വീഴാവുന്ന ഒരു തെന്നിപ്പോകുന്ന ഒരു മണ്ഡലമാണ്. ഏത് നിമിഷവും നമ്മൾ പാപത്തിൽ വീഴാം. അതുകൊണ്ട് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. ദൈവത്തിൽ ആശ്രയം. അകത്ത് പാപം വരാതെ സൂക്ഷിച്ചു. നമ്മുടെ ചിന്തയിൽ പോലും പാപം വരരുത്. ചിന്തയിൽ പോലും ഒരു കയ്പും ഒരാളോട് സൂക്ഷിക്കരുത്.
നമ്മുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും വരുന്നതിന്റെ കാരണം ഇതാ കഴിഞ്ഞ ഒരു നാളില് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാമിലിയിൽ ഒരു സഹോദരി ക്യാൻസർ വന്ന് മരിച്ചു. ഞാൻ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു. പുറകിലേക്ക് ആ സ്ത്രീയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ സ്ത്രീയുടെ ഉള്ളില് കയ്പ് നിറഞ്ഞിരുന്നു. വേറെ ആരോടും അല്ല, തന്റെ ഭവനത്തിലെ തന്റെ അമ്മായി അപ്പനോടുള്ള കയ്പ് ആ സ്ത്രീയുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. എന്റെ മക്കളെ, പലരും പല ദോഷങ്ങളും നമ്മളോട് ചെയ്യും. ഈ ദോഷമൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് കയ്പാക്കി മാറ്റരുത്. പ്രതികാര മനോഭാവത്തോടെ നമ്മൾ നിൽക്കരുത്. അത് നമ്മുടെ ഉള്ളിൽ തിന്മയായി അത് ഭവിക്കാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വല്ല കയ്പ് മുളച്ച് അനേകർ അതിനാൽ മലിനമാകും. കയ്പ് മുളച്ചാൽ, കയ്പുള്ളവൻ സംസാരിച്ചാൽ മറ്റുള്ളവരുടെ ഉള്ളിൽ കയ്പ് നിറയും. കയ്പ് ഉണ്ടാകരുത്. നമ്മുടെ അകത്ത്, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ചർച്ചിൽ, നമ്മുടെ ചുറ്റുപാട് ഒരുവനോടും കയ്പുണ്ടാകരുത്. കയ്പുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി നമുക്കെതിരെ എന്തോ ചെയ്തതുകൊണ്ടാണ് കയ്പുണ്ടായത്. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ പറഞ്ഞതുകൊണ്ടാണ് കയ്പുണ്ടായത്. ആ കയ്പിൽ നിന്ന് കോപം കടന്നു വരും. കോപത്തിലൂടെ പിശാച് നമ്മുടെ ഉള്ളിൽ കടക്കും. നേരത്തെ ദേവാസം പറഞ്ഞു, ഇതാ സാത്താൻ വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവും ഇല്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ? നമ്മുടെ ജീവിത പങ്കാളിയോട് കയ്പുണ്ടോ? നമ്മുടെ അമ്മയോട്, അമ്മായി അപ്പനോട് കയ്പുണ്ടോ? സഹോദരനോട്, കൂട്ടുവ്യക്തികളോട് കയ്പുണ്ടോ? കയ്പുണ്ടെങ്കിൽ പിശാചിന് നമ്മളിൽ കാര്യമുണ്ട്. നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം മലിനമാകും. നമ്മുടെ ശരീരം രോഗത്തിലേക്ക് അവൻ തള്ളും. പല മാരക അസുഖങ്ങളും ഈ കയ്പ് അകത്ത് വെച്ചിരിക്കുന്ന സഹോദരനോട്, സഹോദരിയോട്, നാത്തൂനോട്, അമ്മയോട് ഒക്കെ കയ്പ് വെച്ചിരിക്കുന്ന വ്യക്തികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാം, ഓ അവിടെ ഒരു മാരക അസുഖം, ഇവിടെ ഒരു മാരക അസുഖം. എന്തിനാണ് സാത്താൻ ഇടം കൊടുക്കുന്നേ? എഫേസ്യർ 4:26-27 പറയുന്ന, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കയ്പിന്റെ റിസൾട്ട് ആയിട്ടാണ് കോപം വരുന്നത്. ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് വെക്കരുത്. നമ്മളെല്ലാം ഇതിന്റെ കീഴിൽ കിടക്കുക. പക്ഷെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇത് വെക്കരുത്. ഇത് ക്ലിയർ ആക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് എങ്ങനെ ക്ലിയർ ആക്കൂ? എനിക്ക് അവളോടുള്ള കോപം പോകുന്നില്ല. അവള് പറഞ്ഞു എന്റെ മക്കൾ നശിച്ചു പോട്ടെ എന്നല്ലേ അവള് പറഞ്ഞു. ഞാൻ എങ്ങനെ മറക്കും പാസ്റ്ററെ? മറന്നേ പറ്റൂ. അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. ദൈവമേ, അവൾ അറിയില്ലാതെ പറഞ്ഞു, അവരോട് ക്ഷമിക്കണം. യേശു എന്നാ പറഞ്ഞേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അതുപോലെ പ്രിയ മോളെ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക. അല്ലെങ്കിൽ നിന്റെ ഉള്ളിലെ കയ്പ് നിന്റെ ജീവിതത്തിൽ ഒരു മാരക അസുഖമായി മാറും. നിനക്ക് വലിയ നഷ്ടം. മാത്രമല്ല, ഈ യാത്രയിൽ കയ്പ് അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ മരിച്ചാൽ നിന്റെ സോള് നിത്യ നരകത്തിലും പോകും. അതുകൊണ്ട് ഇത് നമുക്ക് തന്നെയാണ് നഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയ മകനെ, പ്രിയ മകളെ, ഈ കയ്പ് സൂക്ഷിക്കുന്ന റെഫ്രിജറേറ്റർ അല്ല നീയെ, പകരം നിന്റെ അകത്ത് ജീവിക്കേണ്ടത് ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്പെല്ലാം എടുത്തു മാറ്റാൻ നീ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ് നീ. ഹല്ലേലൂയ. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, നിങ്ങളുടെ കടക്കാരുടെ എങ്ങനെ ക്ഷമിക്കുന്നു അതേപോലെ ഞാനും നിങ്ങളോട് ക്ഷമിക്കും. അതുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ഫേവറായി നീ മറ്റുള്ളവരോട് ക്ഷമിക്കേ. എങ്ങനെ? അവരോട് ക്ഷമിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, അവളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അവളെ അനുഗ്രഹിക്കണമേ, അവളുടെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ, അവളുടെ കുടുംബം അനുഗ്രഹിക്കണമേ. അല്ലാണ്ട് മനസ്സിൽ അവൾ നശിച്ചു പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല, അവർക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആ കയ്പ്, പ്രിയ മകളെ, പ്രിയ മകനെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, കുഞ്ഞുനാളിൽ ഞാൻ വളരെ കുസൃതിയായിരുന്നു, വളരെ ചാട്ടവും ഓട്ടവും ഒക്കെ. അങ്ങനെ ഒരിക്കലും ഒരു മരത്തിന്റെ മുകളിൽ നിന്നോ മതലിന്റെ മുകളിൽ നിന്നോ ചാടിയപ്പോ എന്റെ കാലിന്റെ ഉപ്പൂറ്റിയിലേക്ക് എന്തോ കുത്തിക്കയറി. ഞാൻ അതും നോക്കിയില്ല, ഞാൻ വീണ്ടും കളിച്ച് നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ കാല് വേദന എടുക്കും. അങ്ങനെ കാല് വേദന ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ മനസ്സിലായ, കാല് പൊട്ടിയതാ, ഉപ്പൂറ്റി പൊട്ടിയതിനുള്ള അഴുക്ക് കയറിയതാ. അപ്പോ നമുക്കറിയാമോ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു അഴുക്ക് കയറിയാൽ, ഒരു മുറിവുണ്ടായ അഴുക്ക് കയറിയാൽ ആ അഴുക്കിന് ഇരിക്കാൻ നമ്മുടെ ശരീരം അനുവദിക്കത്തില്ല. അത് പഴുക്കാൻ തുടങ്ങും. ഇത് ശരീരം ഇതുപോലെ. എന്റെ കൈ കഴിഞ്ഞ ദിവസം വർക്കിന്റെ ഇടയിൽ മുറിഞ്ഞു.
കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ചുറ്റി വെച്ചിരിക്കുക, അഴുക്ക് കയറാതിരിക്കാൻ വേണ്ടി. കാര്യം എന്താ? അഴുക്കതിന്റെ ഉള്ളിൽ കയറിയാൽ ഇത് പഴുക്കും. അതാണ് കാരണം. നമ്മുടെ ശരീരം മറ്റു കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ അനുവദിക്കത്തില്ല. ഇതേപോലെ നമ്മുടെ സോള് നമ്മുടെ ഉള്ളിൽ അനുവദിക്കുന്ന ഒരൊറ്റ കാര്യത്തേ ഉള്ളൂ. ഈ സോൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയോ? അത്യുന്നതനായ ദൈവത്തിന്റെ ആലയമാ. അത് മാത്രമേ നമ്മുടെ ഉള്ളിൽ അനുവദിക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ റിജക്ട് ചെയ്യും, ഒക്കെ റിജക്ട് ചെയ്യും. ഒരു പഴുപ്പ് ഫോം ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പല നെഗറ്റീവ് തോട്ട്സുകൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ കൊച്ചിൻപോർട്ട്, ഞാൻ ചെറുതായിരുന്നു അന്ന്, കൊച്ചിൻപോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്റെ കാല് കീറി അകത്ത് കയറിയ അഴുക്കെല്ലാം എടുത്തു മാറ്റി ചില ദിവസങ്ങൾ ആശുപത്രിയിൽ കിടന്ന് അതിനുശേഷമാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഇതേപോലെ യേശുക്രിസ്തു എന്ന വൈദ്യൻ മോളെ എന്നെയും നിന്നെയും ഓപ്പറേറ്റ് ചെയ്യാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ. വ്യസനത്തിനുള്ള മാർഗം എന്റെ ഉള്ളിലുണ്ടോ എന്ന് അപ്പാ അങ്ങ് നോക്കി എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൃഷ്ടിയിൽ നാം നീതിമാന്മാരാ, നമ്മുടെ ദൃഷ്ടിയിൽ നാം എല്ലാം ചെയ്തത് റൈറ്റാ. എന്നാൽ നമുക്കറിയില്ല, എന്റെ കാലിന്റെ ഉള്ളിൽ ആ അഴുക്ക് കിടന്ന് അത് പഴുത്തതുപോലെ എന്റെ മോളെ നിന്റെയും എന്റെയും ഉള്ളിലൊക്കെ പല അഴുക്കുകളും കിടന്ന് പഴുക്കുന്നുണ്ട്. അത് പിശാചിന് ഇടമാണ്. അതുകൊണ്ട് ദൈവത്തോട് പറ, ദൈവമേ അങ്ങ് തന്നെ എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് വ്യസനത്തിലുള്ള മാർഗം എന്റെ ഉള്ളിലുള്ളത് എനിക്ക് പറഞ്ഞു തരണമേ, അതങ്ങ് മാറ്റണമേ. എന്റെ ശാശ്വതമായ മാർഗത്തിലേക്ക് എല്ലാ കണ്ണുകളും അടയട്ടെ. എന്നെ ശാശ്വതമായ മാർഗത്തിലേക്ക് അങ്ങ് വഴി നടത്തണമേ. എന്റെ ഉള്ളിൽ ഒരഴുക്കും പാടില്ല. എന്റെ ഉള്ളിൽ അങ്ങ് മാത്രം വസിക്കേണ്ട ആലയമാണ് ഞാന്. എന്നാൽ പല അഴുക്കുകളും, പലരോട് കയ്പും, പലരോട് തിന്മയും ഒക്കെ ഞാൻ എന്റെ അകത്ത് സൂക്ഷിക്കുകയാ. എന്റെ പിതാവേ, ഇതെല്ലാം എന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തങ്ങ് മാറ്റിയിട്ട് ഇതാ എന്നെ ആ പുതിയ സൃഷ്ടിയിൽ ജീവിപ്പാൻ, എന്നെ ഈ പഴയതിൽ നിന്ന് അൺറാപ്പ് ചെയ്തുകൊണ്ട്, അഴിച്ചെടുത്തുകൊണ്ട് ആ പുതിയതിലേക്ക് റാപ്പ് ചെയ്യുവാൻ, ക്രിസ്തുവിൽ എന്റെ സോള് നേടപ്പെടുവാൻ ഇതാ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനി ഞാൻ ബുദ്ധിയില്ലാത്തവനെ പോലെ കേട്ടത് മറന്നു പോകുന്നവനായിട്ടല്ല, അത് ഓർത്ത് അതിനെ ധ്യാനിച്ച് അത് എന്റെ സ്വന്തമാക്കി മാറ്റുവാൻ, അതിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കട്ടെ. ഓരോ ഹൃദയങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓരോ ഹൃദയങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, നിന്റെ വിഷയം എന്ന് പറയുന്നത് നീ അധികം കേൾക്കുന്നു എന്നുള്ളതാണ്. നീ അധികം കേൾക്കുന്നു. ഇത് ഓഫ് ചെയ്താൽ പിന്നെ അടുത്ത മീറ്റിങ്ങിനായി നീ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇതാ മറ്റേ യൂട്യൂബ് ചാനൽ നീ തുറക്കുകയാണ്. ഇത് വേറെ കേൾക്കാൻ പോവുകയാണ്. ദൈവം മോളെ നിന്നോട് പറയുന്നു. മാർത്തയോട് കർത്താവ് പറഞ്ഞു, മാർത്തേ എന്തിനാ ഇത്ര അധികം? നീ ഇതാണോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നേ? എന്തിനാ ഇത്രയധികം? ഇതൊന്നും വേണ്ട മാർത്തേ, അല്പം മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അവൾ തെരഞ്ഞെടുത്തത് എന്നോട് കേൾക്കാനാ. ലോകത്തിൽ പലതും എന്റെ പേരും പറഞ്ഞ് നടത്തുന്നത് കേൾക്കാനല്ല, അവൾ തെരഞ്ഞെടുത്തത് എന്നോട് കേൾക്കാനാ. മോളെ നീ ചിന്തിച്ചു, ഇത് ആരോടാ പറഞ്ഞു? നിന്നോട് തന്നെ ഈ പറയണേ. ലോകത്തിൽ പലരും എന്റെ പേരും പറഞ്ഞ് പലതും പറയും. അതൊന്നും നിന്റെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല. നിന്റെ ഇക്കിളി മനസ്സിനെ ഒന്ന് ഉണർത്തി നിർത്താൻ മാത്രമേ അത് ഉപകരിക്കൂ. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ ഇക്കിളി മനസ്സിനെ ഉണർത്താനല്ല, പകരം നിന്റെ മരണമുള്ള ആ ദേഹിയെ മരണമില്ലാത്ത ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അധികം വേണ്ട മോളെ, അധികം വേണ്ട മോനെ, അല്പം മതി. ആ യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഇരിക്കെ, മനുഷ്യന്റെ വാക്കുകൾക്കല്ല, യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഇരിക്കെ. ഇതാ ആ ബുദ്ധിയുള്ള കൃഷിക്കാരൻ ആ താങ്ങുമരം രോഗമായി ആ മുരുക്ക് താഴെ വീഴുന്നത് കണ്ടിട്ട് ഇതാ അതിനോട് ചേർന്ന് ഒരു പുതിയ ജനനത്തെ കൊണ്ടുവരിക, ഒരു പുതിയ സൃഷ്ടിപ്പിനെ കൊണ്ടുവരിക. ആ ചക്കക്കുരു അതിന്റെ കൂടെ കുഴിച്ചിട്ടിട്ട് ആ ഒരു പ്ലാവിനെ ജനിപ്പിച്ചു. ഇതേപോലെ ക്രിസ്തുവിൽ നീ വീണ്ടും ജനിച്ചെങ്കിൽ ഇതാ അതാണ് നിന്റെ പുതിയ താങ്ങുമരം. ആ പഴയതിനെ നീ ഉപേക്ഷിച്ചിട്ട്, ആ പഴയ മുരുകിനെ നീ ഉപേക്ഷിച്ചിട്ട് പുതിയ പ്ലാവിൽ ചുറ്റുന്നത് പോലെ ഇതാ പഴയ ആദത്തിലുള്ള മരണമുള്ള ജീവിതത്തെ വിട്ട് ക്രിസ്തുവിലുള്ള മരണമില്ലാത്ത ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ
ആത്മാവ്, ദൈവാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. നിനക്കത് കേട്ടിട്ട് തോന്നുന്നില്ലേ ഇതാരാണ് സംസാരിക്കുന്നതെന്ന്? നിന്റെ ദൈവമാ നിന്നോട് സംസാരിക്കുന്നേ. അധികം വേണ്ട മോളെ, അധികം വേണ്ട മോനെ, അല്പം മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് മാർത്തയെ, നീയും മറിയെ തെരഞ്ഞെടുത്ത നല്ല അംശം തെരഞ്ഞെടുത്തു. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ വചനത്തിനായി നന്ദിയപ്പ. എത്ര നന്ദി പറഞ്ഞാൽ മതിയാകുമപ്പ. We thank you, അപ്പാ. We thank you. പ്രിയമക്കളെ, ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എരിയുന്ന ഒരപ്പനാണ് നമ്മുടെ ദൈവം. അപ്പനെ വിഷമിപ്പിക്കാതെ യേശുവെ അനുഗമിച്ച് നമുക്ക് അപ്പന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാം. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എൻ അപ്പന്റെ അടുക്കലേ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോട് പുത്രനോട് ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട്, ലോകം വെറുത്തു ഞാൻ യാത്രയാണേ. ആ മുരുക്കിൽ നിന്ന് പ്ലാവിലേക്ക് മാറുന്ന അക്കുരുമുളക് വള്ളി പോലെ ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നമുക്ക് മാറാം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തന്ന വചനത്തിനായി നന്ദി. കുഞ്ഞുങ്ങളേവരെയും അങ്ങയുടെ കരങ്ങളിലെത്തി ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ വ്യസനത്തിലുള്ള മാർഗങ്ങളെയും അങ്ങ് മാറ്റി ശാശ്വത മാർഗത്തിലേക്ക് അനുദിനം വഴി നടന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. മക്കളേവരെയും അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പല ആവശ്യങ്ങളുമായിട്ടുള്ളവരുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കുന്നു. അപ്പൊ ആ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയ കരുണയ്ക്കായി നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവേ. അപ്പാ, ഇനിയും എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കാൻ നന്ദി. സാമ്പത്തിക ഭാരത്തിലായിരിക്കുന്നവർ അങ്ങ് സഹായിച്ചാണ്. അങ്ങയുടെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവർക്ക് മറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷനുകളും അവരുടെ മേൽ തുറക്കട്ടെ. യെസ്, ഹല്ലേലൂയ. ഹാഗറിന്റെ മുമ്പിൽ കരഞ്ഞു വിളിച്ചപ്പോ അവളുടെ മുൻപിൽ നീരുറവ തുറന്നതുപോലെ ഈ മക്കളുടെ മുമ്പിൽ അങ്ങ് അങ്ങ് മറച്ചു വെച്ചിരിക്കുന്ന കർത്താവെ, അങ്ങവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നീരുറവുകളും തുറക്കപ്പെടട്ടെ. അത് അങ്ങയുടെ മക്കൾ കുടിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. അതിനായി മക്കളെ അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്നവർ അങ്ങ് സൗഖ്യമാക്കണമേ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ രോഗമുള്ള വേദനയുള്ള ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാണ്, വിശ്വാസത്തോടെ വെച്ച സൗഖ്യം നിങ്ങൾക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആ രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ട് സൗഖ്യം ഉറപ്പ്. അനേകരെ തൊട്ട് സൗഖ്യം നടന്നില്ല. ഒരുപക്ഷെ അനേകര് കരങ്ങളെ വെക്കും, സൗഖ്യം നടക്കില്ല. കാരണം വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ മോളെ, വിശ്വാസത്തോടെ ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണം. നാവ് കൊണ്ട് തിന്മയായി ജീവിത പങ്കാളിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മായിയമ്മയ്ക്ക് അമ്മായി അപ്പനെതിരെ, ജീവിതത്തിൽ സഹോദരൻ സഹോദരനെതിരെ ഈ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് പിറുപിറുക്കുന്നത് ഇഷ്ടമേ അല്ല. ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ, വേദനയുള്ള രോഗമുള്ള ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ രോഗങ്ങളെ ക്ഷമിക്കുന്നു, നമ്മുടെ എല്ലാ അസുഖങ്ങളെ സൗഖ്യമാകുന്നു, രോഗങ്ങളെ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള അധികാരമുള്ള നാമത്തിൽ ഈ വിശ്വാസത്തോടെ കരം വെച്ച ഈ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാ അഡിക്ഷനുകളിൽ നിന്നും ഈ മക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളോടും കൂടി ദൈവത്തിന്റെ ആത്മാവ് കൂട്ടായിരിക്കട്ടെ. സർവ്വമഹത്വം പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ദൈവസമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരിക, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മളോട് സംസാരിച്ചോ? അങ്ങനെ കരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എല്ലാ മഹത്വത്തിനും യോഗ്യ സ്വർഗസ്ഥ പിതാവാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് നന്ദി പറയുകയാണ്. സൂക്ഷിക്കുക, ജീവിതം പാപത്തിൽ നിന്ന് അകന്ന് സൂക്ഷിക്കുക. പാപത്തിൽ നിന്ന് അകന്ന്, പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് ചിന്തയിൽ പോലും ഒരു പാപമില്ലാതെ, കയ്പില്ലാതെ സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കഴിഞ്ഞ സന്ദേശത്തിൽ ആരോ വാട്സപ്പിൽ എന്നോട് ചോദിച്ചു, എങ്ങനെ അസൂയപ്പെടാതിരിക്കുക? എന്റെ മോനെ, എന്റെ മോളെ,
യേശുവെ അനുഗമിച്ച് ഇന്ന് കേട്ടതുപോലെ ആ മുരുക്കിൽ നിന്ന് നമ്മൾ അൺറാപ്പ് ചെയ്യുക, യേശുവെ അനുഗമിച്ച് യേശുവിലേക്ക് റാപ്പ് ചെയ്യുക. അസൂയയും കോപവും കയ്പും എല്ലാം നമ്മളെ വിട്ടുപോകാനായിട്ട് ഇടയാകും. ദൈവാനുരൂപ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുമ്പോൾ എല്ലാ അസൂയയും, എല്ലാ തിന്മയും, എല്ലാ ജഡചിന്തകളും നമ്മൾ മാറുവാനായിട്ട് ഇടയാകും. ആ ഒരു സഹോദരിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു. നന്ദി, നന്ദി, നന്ദി. നമസ്കാരം. പരസ്പരം പ്രബോധിപ്പിക്കുക. ഒരുവരെ തളർത്താൻ വേണ്ടിയല്ല. തളർത്തുന്ന വാക്കുകൾ, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഏതെങ്കിലും ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു വാട്സപ്പ് നിങ്ങൾ കണ്ടാൽ, ജസ്റ്റ് അവോയ്ഡ് ദാറ്റ്. അതിൽ നിന്ന് മാറുക. ഹല്ലേലൂയ. സഹോദരൻ എന്ന് പേര് പറയുന്ന ഒരുവൻ, അവൻ വാവിഷ്ണാനക്കാരനാണെങ്കിൽ, അവൻ പിടിച്ചുപറിക്കാരനാണെങ്കിൽ, ദൈവത്തിന് പകരം പറയുന്നു, അവനോടുകൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. നല്ല കൂട്ട് മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ളവരോടുകൂടെ മാത്രം നടക്കുക. ക്രിസ്തുവോടുകൂടെ നടക്കാം. നാം ക്രിസ്തുവെ പോലെയാണ്. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കൂട്ടായ്മയിൽ കടന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാ മഹത്വം ദൈവം.